114 റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിന് കേന്ദ്ര സർക്കാർ ഉടൻ അംഗീകാരം നൽകും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ ഉടൻ യോഗം ചേരും. അംഗീകാരം ലഭിച്ചാൽ എക്കാലത്തെയും വലിയ പ്രതിരോധ കരാറായിരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഈ മാസം 18-ന് ഭാരതത്തിലെത്തുന്ന പശ്ചാത്തലത്തിലാണ് നടപടികൾ വേഗത്തിലാക്കുന്നത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ജിഷ്ണു പറയൂ. രോഹിണി, ഫ്രാൻസിൽ നിന്ന് 114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള കരാറിനാണ് ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകുക. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും പരിശോധനകളും പൂർത്തിയായിരുന്നു. നേരത്തെ പ്രതിരോധ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതി കരാറിന് അംഗീകാരം നൽകിയിരുന്നു. ഇനിയുള്ളത് സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ യോഗം ചേർന്നുകൊണ്ട് കരാറിന് അംഗീകാരം നൽകും. കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകും. ആ നടപടികൾ വേഗത്തിലാക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. നേരത്തെ 36 റഫേൽ യുദ്ധവിമാനങ്ങൾ ഇതിനോടകം തന്നെ ഭാരതം സ്വന്തമാക്കിയിട്ടുണ്ട്. വ്യോമ പ്രതിരോധ മേഖലയിലും ഒപ്പം പ്രതിരോധത്തിനും അക്രമത്തിനും ഒരുപോലെ വ്യോമസേനയുടെ ഭാഗമാകുന്ന റഫേൽ യുദ്ധവിമാനങ്ങൾ കൂടുതൽ ഭാരതത്തിലേക്ക് എത്തിക്കാനാണ് നീക്കം. ഒപ്പം ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിരോധ കരാർ എന്നുകൂടി നമുക്കിതിനെ ചൂണ്ടിക്കാണിക്കാനാകും. ഈ നടപടികൾ വേഗത്തിലാക്കുന്നത് ഈ മാസം 18, 19 തീയതികളിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണി ഭാരതത്തിലെത്തുന്നുണ്ട്. AI സബ്മിറ്റിൽ പങ്കെടുക്കുന്നതിനായി എത്തുന്ന ഫ്രഞ്ച് പ്രസിഡന്റുമായി വിവിധ തരത്തിൽ പ്രതിരോധ മേഖലയിലും എല്ലാ മേഖലയിലും സഹകരണം ഊഷ്മളമാക്കുന്നതിനുള്ള ചർച്ചകളുണ്ടാകും. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് എത്തുന്നതിന് മുൻപായാണ് ഈ 114 റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിന് അന്തിമ രൂപം നൽകാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. വിവിധ രാജ്യങ്ങളുമായി വ്യാപാര കരാറുകൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയിലെ ശക്തി പ്രകടമാക്കുന്നതോടൊപ്പം തന്നെ പ്രതിരോധ മേഖലയിലും ശക്തി ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് കൂടുതൽ റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത്. രോഹിണി. ശരി ജിഷ്ണു, 114 റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിന് കേന്ദ്ര സർക്കാർ ഉടൻ അംഗീകാരം നൽകും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ ഉടൻ യോഗം ചേരും. അംഗീകാരം ലഭിച്ചാൽ അത് എക്കാലത്തെയും വലിയ പ്രതിരോധ കരാറായിരിക്കും. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.